എല്ലാവർക്കും MCO03യുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് ടോപ്പിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിപ്പോർട്ട്. ഒരു നല്ല റിസർച്ച് റിപ്പോർട്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. റിസർച്ച് റിപ്പോർട്ട് ഈസ് എ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസർച്ച് ഫൈൻഡിങ്സ് ടു ദ റീഡേഴ്സ് ഓഫ് ദ റിപ്പോർട്ട്. എ ഗുഡ് റിപ്പോർട്ട് ഈസ് വൺ വിച്ച് ഡസ് ദിസ് ടാസ്ക് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. റിസർച്ച് റിപ്പോർട്ടിലൂടെയാണ് റിസർച്ചിലെ ഫൈൻഡിങ്സ് അത് റീഡേഴ്സിലോട്ട് എത്തിക്കുന്നത്. ഒരു നല്ല റിപ്പോർട്ടാണെങ്കിൽ അത് ആ റിസർച്ചിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് അത് റീഡ് ചെയ്യുന്ന ആളുകളിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നതാണ്. റിസർച്ച് റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ ഇൻ ഇൻഫോമിംഗ് വാട്ട്, വൈ, ഹൂ, ഹൂം, വെൻ, വെയർ ആൻഡ് ഹൗ ഓഫ് ദ റിസർച്ച് സ്റ്റഡി. റിസർച്ച് സ്റ്റഡി എങ്ങനെ, ആര്, എപ്പോൾ, എങ്ങനെ, എന്തിനു വേണ്ടി, എവിടെ, ഇങ്ങനെ എന്നുള്ള കുറെ ചോദ്യങ്ങൾക്കുള്ള ആൻസർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ റിസർച്ച് റിപ്പോർട്ട് നല്ല റിപ്പോർട്ടെന്ന് നമുക്ക് പരിഗണിക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്, it should be neither too short or too long. One should keep in mind the fact that it should be long enough to cover the subject matter but short enough to sustain the reader's interest. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത്, റിപ്പോർട്ട് ലോങ്ങും ആകാൻ പാടില്ല, ഷോർട്ടും ആകാൻ പാടില്ല, ലോങ്ങും ആകാൻ പാടില്ല, വലുതും ആകാൻ പാടില്ല, ചെറുതും ആകാൻ പാടില്ല. റിസർച്ചിലൂടെ എന്താണോ സബ്ജക്റ്റ് മാറ്റർ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കവർ ചെയ്തിരിക്കണം. പക്ഷേ അത് വായിക്കുന്ന ആളുടെ ഇൻട്രസ്റ്റ് പോകുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ലോങ് ആയിട്ട് റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പാടില്ല. മൂന്നാമത്, ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ആൻ ഒബ്ജക്റ്റീവ് സ്റ്റൈൽ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ്. കറക്റ്റ്നെസ്, പ്രിസിഷൻ ആൻഡ് ക്ലാരിറ്റി ഷുഡ് ബി the watchwords of the scholar. Vagueness, indirection and pompous language are the barriers to the communications. റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴത്തേക്കും അത് ഒബ്ജക്റ്റീവ് സ്റ്റൈലിൽ, സിമ്പിൾ ലാംഗ്വേജിൽ, കറക്റ്റ് ആയിട്ട്, പ്രിസൈസ് ആയിട്ട്, ക്ലാരിറ്റിയോട് കൂടി വേണം ഓരോ വാക്കുകളും പ്രയോഗിക്കാൻ. വേർഡ്സ് കറക്റ്റ് രീതിയിൽ പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേഷനെ എഫക്റ്റീവായിട്ട് ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ്. റിസർച്ച് റിപ്പോർട്ട് നല്ലതാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ ആയിട്ട്, കറക്റ്റ് ആയിട്ട്, ക്ലാരിറ്റിയോട് കൂടി, പ്രിസൈസ് ആയിട്ട് വേണം തയ്യാറാക്കാൻ. നാലാമത് പറയുന്നുണ്ട്, എ ഗുഡ് റിപ്പോർട്ട് മസ്റ്റ് കമ്പൈൻ ക്ലിയർ തിങ്കിങ്, ലോജിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് സൗണ്ട് ഇന്റർപ്രിട്ടേഷൻ. നല്ല റിപ്പോർട്ടാണെങ്കിൽ ആ റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ടുള്ള തിങ്കിങ്, എന്താണ് അത് പറയുന്നത് എന്നുള്ള കാര്യം വ്യക്തമാകണം. ലോജിക്കൽ ഓർഗനൈസേഷൻ, അതിലെ കാര്യങ്ങളൊക്കെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കണം. ആൻഡ് സൗണ്ട് ഇന്റർപ്രിട്ടേഷൻ, ശരിയായ രീതിയിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവസാനം ഇന്റർപ്രിറ്റ് ചെയ്യുകയും ചെയ്തിരിക്കണം. ആ റിസർച്ച് പ്രോബ്ലത്തിലെ കാര്യങ്ങൾ ഇന്റർപ്രിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് റിപ്പോർട്ടിന് നല്ല റിപ്പോർട്ട് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അഞ്ചാമത് പറയുന്നുണ്ട്, ഇറ്റ് ഷുഡ് നോട്ട് ബി ഡൾ, ഇറ്റ് ഷുഡ് ബി സച്ച് ആസ് ടു സസ്റ്റെയിൻ ദ റീഡേഴ്സ് ഇൻട്രസ്റ്റ്. അപ്പൊ റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഡൾ ആകാൻ പാടില്ല. അത് വായിക്കുന്ന റീഡറുടെ താല്പര്യം നിലനിർത്തുന്ന രീതിയിലായിരിക്കണം ആ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. അതൊരിക്കലും വായിക്കുന്ന ആൾക്ക് യോജിച്ച അല്ലാത്ത രീതിയിൽ തയ്യാറാക്കാൻ പാടില്ല. ആറാമത് പറയുന്നുണ്ട്, ഇറ്റ് മസ്റ്റ് ബി ആക്യുറേറ്റ്. റിപ്പോർട്ട് ആക്യുറേറ്റ് ആയിരിക്കണം. റിപ്പോർട്ട് ആക്യുറേറ്റ് ആവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യങ്ങളെല്ലാം ഒബ്ജക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്തിരിക്കണം. അനാവശ്യമായിട്ടുള്ള ഊഹാപോഹങ്ങളൊക്കെ റിപ്പോർട്ടിൽ നിന്നും, സജഷൻസ് ഒക്കെ റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കിയിരിക്കണം. ഏഴാമത് പറയുന്നുണ്ട്, ക്ലാരിറ്റി ഈസ് അനദർ റിക്വയർമെന്റ് ഓഫ് പ്രസന്റേഷൻസ്. റിസർച്ച് റിപ്പോർട്ടിൽ ക്ലാരിറ്റി, എല്ലാ കാര്യങ്ങൾക്കും ക്ലാരിറ്റി ഉണ്ടാകണം. അനാവശ്യമായിട്ടുള്ള വേർഡ്സുകളും ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഒഴിവാക്കണം. പുതിയ കൺസെപ്റ്റുകൾ ഡിഫൈൻ ചെയ്ത് റിസർച്ച് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഡിഫൈൻ ചെയ്തിരിക്കണം. എട്ടാമത് പറയുന്നുണ്ട്, കൊഹിറൻസ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ക്ലാരിറ്റി. ക്ലാരിറ്റിയിലെ പ്രധാനപ്പെട്ട കാര്യമാണ് കൊഹിറൻസ്. ഐഡിയാസ് അതൊരു ഓർഡർ, സീക്വൻസ് ആയിട്ട് വന്നിരിക്കും. സെന്റൻസുകൾ അതൊരു ഓർഡറിൽ തന്നെ, എല്ലാം ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഓർഡറിൽ, ഒരു ഫ്ലോയിലായിരിക്കണം അതിന്റെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് തോട്ട്, ആ റിപ്പോർട്ട് വായിക്കുമ്പോഴത്തേക്കും അതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്ന തോട്ട് എന്താണോ, ചിന്ത എന്താണോ, അതൊരു കണ്ടിന്യൂൻ ഓർഡറിൽ, അല്ലെങ്കിൽ ഒരു ശരിയായിട്ടുള്ള ഓർഡറിൽ വേണം എക്സ്പ്രസ് ചെയ്യാൻ എന്നുള്ളതാണ് എട്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒമ്പതാമത് പറയുന്നുണ്ട്, റീഡബിലിറ്റി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിക്വയർമെന്റ് ഓഫ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട റിക്വയർമെന്റ് ആണ് റീഡബിൾ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ എളുപ്പത്തിന് മനസ്സിലാവുന്ന രീതിയിൽ, ടെക്നിക്കാലിറ്റീസ് ഒക്കെ ലാംഗ്വേജിൽ ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ, ലാംഗ്വേജിൽ റീഡേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം അതിൽ ഉൾപ്പെടുത്തേണ്ടത്. പത്താമത്, എ റിസർച്ച് റിപ്പോർട്ട് ഷുഡ് ബി പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ദ ബെസ്റ്റ് കോമ്പോസിഷൻ പ്രാക്ടീസസ്. റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ശരിയായ രീതിയിലുള്ള
ശരിയായ രീതി വെച്ചുകൊണ്ടായിരിക്കണം. അത് പ്രോപ്പറായിട്ട് പാരഗ്രാഫൊക്കെ സെറ്റ് ചെയ്ത് ഷോർട്ട് സെന്റൻസിൽ ഇല്ലുസ്ട്രേഷൻസ്, എക്സാമ്പിൾസ്, സെക്ഷൻ ഹെഡിങ്സ് ഒക്കെ, ചാർട്ട്, ഗ്രാഫ്സ്, ഡയഗ്രാംസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ശരിയായ രീതിയിൽ ബെസ്റ്റ് കോമ്പോസിഷനിലായിരിക്കണം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. അത് ശരിയായ രീതിയിൽ പാരഗ്രാഫ് ആണെങ്കിലും സെന്റൻസുകളാണെങ്കിലും ഇല്ലുസ്ട്രേഷൻസ് ആണെങ്കിലും പിക്ചേഴ്സ് ആണെങ്കിലും ഒക്കെ കറക്റ്റ് രീതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാകണം റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതെങ്കിൽ മാത്രമേ അത് ഗുഡ് റിപ്പോർട്ട് ആകത്തുള്ളൂ. 9ാമത് പറയുന്നുണ്ട്, Draw sound inferences conclusion from the statistical tables, but don't repeat the tables in the text form. ടേബിളും റിസർച്ച് റിപ്പോർട്ടിലുള്ള ടേബിൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്നുള്ള ഇൻഫറൻസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കണം. വെറുതെ ടേബിളിൽ കാണിച്ചിരുന്ന ഡേറ്റ ടെക്സ്റ്റ് ആയിട്ട് എഴുതിയാൽ മാത്രം പോരാ, അതിലെ കൺക്ലൂഷൻ എന്താണെന്ന്, അതിന്റെ ഇൻഫറൻസ് എന്താണെന്നുള്ള കാര്യം കൂടെ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. 12ാമത്, ഫുട് നോട്ട് റെഫറൻസസ് ഷുഡ് ബി ഇൻ ദ പ്രോപ്പർ ഫോം. അതായത് റിസർച്ച് റിപ്പോർട്ടിൽ ഓരോ കാര്യങ്ങളുടെയും ഫുട് നോട്ട്, റെഫറൻസ് നോട്ടും കറക്റ്റ് ആയിട്ട് ഉണ്ടാകണം. ബിബ്ലിയോഗ്രഫി അത് റീസണബിൾ, എവിടെ നിന്നൊക്കെയാണ് ഡേറ്റ കളക്ട് ചെയ്തത് എന്നുള്ള കാര്യവും അത് പ്രോപ്പർ ഫോമിൽ ഉണ്ടായിരിക്കണം. 13ാമത്, ദ റിപ്പോർട്ട് മസ്റ്റ് ബി അട്രാക്റ്റീവ് ഇൻ അപ്പിയറൻസ്, നീറ്റ്, ക്ലീൻ, വെദർ ടൈപ്ഡ് ഓർ പ്രിന്റഡ്. റിപ്പോർട്ട് അട്രാക്റ്റീവ് ആയിരിക്കണം, അപ്പിയറൻസിൽ നീറ്റ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. അത് ടൈപ്പ് ചെയ്താലും പ്രിന്റ് ചെയ്താലും അത് ശരിയായ രീതിയിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. ലാസ്റ്റ് 14th വൺ, ദ റിപ്പോർട്ട് ഷുഡ് ബി ഫ്രീ ഫ്രം മിസ്റ്റേക്ക് ഓഫ് ഓൾ ടൈപ്സ്. എല്ലാ തരത്തിലുള്ള മിസ്റ്റേക്കുകൾ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. അത് ലാംഗ്വേജ് മിസ്റ്റേക്ക് ആകാം, ഫാക്ച്വൽ മിസ്റ്റേക്ക് ആകാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആകാം, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആകാം. അപ്പം റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മിസ്റ്റേക്കുകൾ ഇല്ലാതെ ആയിരിക്കണം റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ് 14ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. എങ്കിൽ മാത്രമേ ആ റിപ്പോർട്ടിനെ നല്ല റിപ്പോർട്ടായിട്ട് കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ. റിസർച്ചർ മാക്സിമം ഈ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ടായിരിക്കണം റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. റിസർച്ച് റിപ്പോർട്ട്, നല്ലൊരു റിപ്പോർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിരിക്കണം. ലോങ്ങും ആകാൻ പാടില്ല, ഷോർട്ടും ആകാൻ പാടില്ല. കാര്യങ്ങൾ സിമ്പിൾ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്തിരിക്കണം. ക്ലിയർ തിങ്കിങ് ആണ് റിസർച്ച് റിപ്പോർട്ടിൽ മുന്നോട്ട് വെക്കേണ്ടത്. അത് റീഡറുടെ ഇൻട്രസ്റ്റ് നിലർത്തിക്കൊണ്ട് പോകുന്ന റിപ്പോർട്ട് ആയിരിക്കണം. ആക്യുറേറ്റ് ആയിരിക്കണം, ക്ലാരിറ്റി ഉണ്ടാകണം, കൊഹറൻസ് ഉണ്ടായിരിക്കണം, റീഡബിലിറ്റി ഉണ്ടാകണം. ബെസ്റ്റ് കോമ്പോസിഷൻ പ്രാക്ടീസ് വെച്ചുകൊണ്ട് ഗ്രാഫുകളും ഷോർട്ട് സെന്റൻസുകളും സെക്ഷൻ ഹെഡിങ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി ഓരോ ടേബിളിന്റെയും താഴെ ഇൻഫറൻസ്, കൺക്ലൂഷൻസ് ഉണ്ടാകണം, ഫൂട്ട് റെഫറൻസും ബിബ്ലിയോഗ്രഫി ഉണ്ടാകണം. അട്രാക്റ്റീവ് ആയിട്ട്, അപ്പിയറൻസിൽ അട്രാക്റ്റീവ് ആയിട്ട് വേണം തയ്യാറാക്കണം. എല്ലാ തരത്തിലുള്ള മിസ്റ്റേക്കുകളും ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിലേ ആ റിപ്പോർട്ടിനെ ഒരു നല്ല റിപ്പോർട്ട് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ റിസർച്ച് റിപ്പോർട്ടിലൂടെയാണ് റിസർച്ചർ അയാളുടെ ഫൈൻഡിങ്സ് അത് റീഡേഴ്സിന്റെ ഇടയിലേക്ക് എത്തിക്കുന്നത്. അത് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എഫക്റ്റീവ് ആയിട്ട്, എഫിഷ്യന്റ് ആയിട്ട് വേണം. എങ്കിൽ മാത്രമേ റിസർച്ചിന്റെ കൺക്ലൂഷൻസ്, ഫൈൻഡിങ്സ് അത് റീഡേഴ്സിന്റെ കയ്യിലോട്ട് ശരിയായ രീതിയിൽ എത്തുകയുള്ളൂ.